നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഡിപ്രസ്ഡ് ആണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. ആ വ്യക്തി നിങ്ങളുടെ ഈ ഒരു ലവിന് വേണ്ടിയിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്യുന്നു. വളരെയധികം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ മിസ് ചെയ്യുന്നു. വളരെ സന്തോഷമുള്ള മൊമെന്റ്സ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. വളരെ ഡെപ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പായി, അതുപോലെ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായി. പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഒരുപാടുണ്ട്. നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷനാണ് ആ വ്യക്തി എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം. നിങ്ങളറിയാതെ നിങ്ങളോട് പറയുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവനും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ഈ ഒരു സമയത്തുള്ളത്. വളരെ ശക്തമായ ഒരു എയിം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. മേ ബി ആ ഒരു എയിമിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതോ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതോ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായതോ ഉള്ള കാരണം അതായിരിക്കാം. ആ വ്യക്തി ആ ഒരു എയിമിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് പരിശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മേ ബി ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ആ വ്യക്തിക്ക് പലതവണ അവഗണിക്കേണ്ടി വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് തവണ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ. ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം ആ വ്യക്തിക്ക് നിങ്ങളെ അവഗണിക്കേണ്ടി വന്നതിൽ ആ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളെ അങ്ങനെ അവഗണിച്ചതിൽ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളോടുള്ള സ്നേഹം മുഴുവനും ആ വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഇനിയും തരാനായിട്ട് ഒരുപാട് സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവുകയാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെയാണോ സ്ട്രഗിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലാണോ നിങ്ങളുള്ളത്, ആ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു റീബർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഒരു ഇമോഷണൽ ഇംബാലൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തിക്ക്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല ഈ ഒരു സമയത്ത്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒരു സമയത്തും ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. യെസ്, കൂടുതൽ പേരും നിങ്ങൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ വരണം എന്നാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മേ ബി ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് ഡീപ്പ് സോൾ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തി ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ പോലെ നിങ്ങളോട് പ്രപ്പോസ് ചെയ്ത് വന്ന സമയത്തുള്ള കാര്യങ്ങൾ പോലും ഈ ഒരു സമയത്ത് ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിങ്ങൾ ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവാം. അതിൽ ആ ഒരു പേഴ്സൺ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ നന്മകൾ, ആ ഒരു ട്രൂത്ത്, വാല്യൂ എല്ലാം മനസ്സിലാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. യെസ്, ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ് ആ വ്യക്തി ഡ്രീം ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. ആ വ്യക്തിക്ക്
നിങ്ങളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണുള്ളത്. ആൻഡ് ദ മാസ്റ്റർ കാർഡ് ഈസ് 5 ഓഫ് സോർഡ്സ്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ വളരെ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നു. കൂടുതൽ പേർക്കും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ടാണ് ഇവിടെ ഓവറോൾ എനർജി ലഭിക്കുന്നത്. കൂടുതൽ പേർക്കും ഇവിടെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നതായിട്ടോ അതുമല്ല എങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഉള്ളതായിട്ടോ കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ടവർ മൊമെന്റ് ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് ഇത്രയും നാളും നിങ്ങളോട് ഓപ്പണായിട്ട് പല കാര്യങ്ങളും പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അതിലുള്ളൊരു സ്ട്രെങ്ത് ആ വ്യക്തി നേടിയതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങളൊപ്പം ഉണ്ടാകണം എന്ന് ഈ ഒരു സമയത്ത് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ വേണമെന്നും ഈ ഒരു സമയത്ത് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്തും ആ വ്യക്തി ഒരു തെറ്റായ തീരുമാനം എടുത്തതിൽ ആ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഡിസിഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. മേ ബി നിങ്ങളെ ഒരുപാട് ആ വ്യക്തി വേദനിപ്പിച്ചു എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ചെറിയ പ്രതീക്ഷകൾ ആ വ്യക്തി സൂക്ഷിക്കുന്നുണ്ട്. ഇനിയും ഒരു റീബർത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകും എന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് വളരെ ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ആ വ്യക്തി ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത്. 8 ഓഫ് വാണ്ട്സ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് ആ വ്യക്തി ആ സമയത്ത് വളരെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ആ വ്യക്തി ശ്രമങ്ങൾ തുടങ്ങിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ പേർക്കും ഈ ഒരു ഇവിടെ കിട്ടുന്ന എനർജി ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി തിരികെ വന്നാലും ആ വ്യക്തിയെ ചൂസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ആലോചിച്ച് നിങ്ങൾ എടുക്കുക.